പാത്രം ഉണ്ടല്ലോ നമ്മുടെ യൂടെൻസിൽസ് കുക്ക്വെയറിന്റെ ആണ്. ഇനി ഈസി പീസി ആക്കാൻ വേണ്ടിട്ട് നമ്മള് പ്രത്യേകം സെലക്ട് ചെയ്ത അവരുടെ ബെസ്റ്റ് യൂടെൻസിൽസ് ആണ് ഇതൊക്കെ. ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നുടനെ ചോദിക്കണം എന്ന് വിചാരിച്ചതാ. പിന്നെ ആദ്യമായിട്ട് അടുക്കളയിൽ കയറുമ്പോ ഇതെന്താന്ന് ചോദിക്കണം, മോശമല്ലേ? എപ്പോഴാണ് ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്? എടാ ഞാൻ 6ാം ക്ലാസ് മുതൽ തുടങ്ങിയതാ. 12 വയസ്സാകുമ്പോഴേക്കും എന്താണ് ആദ്യം വെച്ചത്? പഴംപൊരി. വീട്ടില് ഏറ്റവും ആദ്യം പഴംപൊരി, അത് സ്നാക്ക് ആയിട്ട് കൂട്ടാമേ. ആദ്യമായിട്ട് വെച്ചത് ശരിക്കും രസമാണ്. അഹങ്കാരം പറയല്ല. ഞാൻ അത്ഭുതത്തോടെ നോക്കാം. ഞാനിപ്പോ എന്റെ കുട്ടിക്ക് 7 വയസ്സായി, ഇനി അവളെ ഒരു 4 വർഷം കൂടി കഴിഞ്ഞാൽ പഴംപൊരി ഉണ്ടാക്കാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് കൈ കൊടുക്കാൻ ആലോചിക്കാം. ഇപ്പൊ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിയുമ്പോ അതിന്റെ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോ എനിക്ക് അറിയാൻ പറ്റും ഇത് എന്തൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ചെറുപ്പം പോലെ ഫുഡിയാണ്. ഞാൻ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂല് ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, ചേച്ചിയുടെ അമ്മയാണ് ബോഡി ഷേമിങ് ചേച്ചിനെ ചെയ്യാറ്. സത്യം പറഞ്ഞാൽ അതെന്താണ് സംഭവം? അമ്മയ്ക്ക് ചേച്ചി ഇങ്ങനെ മെലിഞ്ഞ് സുന്ദരിയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ആണോ? ഞാൻ ഏജ്ഡ് ക്യാരക്ടർ ചെയ്യണമെന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ആണോ? ശരിക്കും സരിത ചേച്ചി റിവേഴ്സ് ഏജിലേക്ക് പോകുന്ന കുറെ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ധാവണിയൊക്കെ കൊടുത്തു വന്ന പിന്നെ ഞാൻ തന്നെ ആലോചിക്കും എന്താണ് നിങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടി മാത്രം ഞാൻ ഇതിട്ടു. പിടിച്ചു നിൽക്കുന്നില്ല, അതൊക്കെ മേലെ. അപ്പൊ ചേച്ചി ചെയ്തോളൂ, ചേച്ചി ചെയ്തോളൂ. ഇത് നമ്മുടെ പുളിച്ച തൈര് ഒഴിക്കുകയാണേ. പുളിച്ച തൈര് തന്നെ വേണമല്ലേ? നമുക്ക് ചെറിയൊരു പുളിപ്പ് വേണമല്ലോ. അപ്പൊ തൈര് ഒഴിക്കുകയാണ്. തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ കൈ എടുക്കാണ്ട് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ ഈ പിരിഞ്ഞു പോകും. ഓക്കെ. അപ്പൊ കല്യാണം ആകുമ്പോഴത്തേക്കും ഏകദേശം കുക്കിംഗ് ഒക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഉണ്ടാക്കണ രസമാണ്. ഈ രസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രൈ ചെയ്തത് അച്ചാറാണേ. അപ്പൊ ഞാനും കുട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ ഏരിയയിൽ മൊത്തം കുറെ കുട്ടികളുണ്ടാവും, 12 പിള്ളേരോളം ഉണ്ട്. അപ്പൊ അവിടുത്തെ ക്യാപ്റ്റൻ ഞാനാണ്. ഞാൻ കപിൽ ദേവ് ആയിരുന്നു അന്നത്തെ. അച്ചാർ വലിയ പണിയൊന്നുമില്ലല്ലോ. എന്നിട്ട് പിള്ളേരൊക്കെ നിരത്തി നിർത്തും. ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം വാങ്ങിക്കുന്ന പോലെ എല്ലാവരെയും കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കും. എന്നിട്ട് അവരായിരുന്നു എന്റെ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാർ. അപ്പൊ ഹസ്ബൻഡിന് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഹസ്ബൻഡിന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം ഞണ്ട് ബിരിയാണി. ബിരിയാണിയോ? ഓണമായി പോയി, ക്രിസ്മസ് ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിക്കാം. എളുപ്പമാണ്. അത് ഇതിപ്പോ നോക്കി ഞാൻ അതേ സിമ്മാക്കാണേ. ഇതിപ്പോ തിളച്ചു. ഞാൻ കൈ എടുക്കാണ്ട് ഇളക്കിയത് കൊണ്ട് പിരിഞ്ഞു വന്നിട്ടില്ല. അടുത്ത നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടി വേണം. പിന്നെ ഉപ്പ് നോക്കണം കേട്ടോ. തേങ്ങയും ജീരകവും പച്ചമുളകും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് നോക്കണം. ഇനി ഇതിന്റെ ഉപ്പൊന്ന് നോക്കണം. പച്ചക്കായൊക്കെ വെന്തോന്ന് പറയണമല്ലോ. ഞാൻ നോക്കട്ടെ. ഏറ്റവും ലാസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇപ്പൊ ഞാൻ നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. പക്കാ വേവ്. കറക്റ്റ്. ഉപ്പിന് ഇത്തിരി കുറവുണ്ട്. നല്ല പുളിച്ച തൈര് എന്ന് പറഞ്ഞാൽ നല്ല തൈര് തന്നെ തന്നു. കൊള്ളാം. അപ്പൊ നമ്മുടെ തേങ്ങ ഇടട്ടെ ഞാൻ. ഇട്ടോളൂ. ശരിക്കും പറഞ്ഞ ഒരു 10 മിനിറ്റ് അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. നമ്മുടെ നല്ല ജീരകം, പച്ചമുളക്, തേങ്ങയും കൂടി അരച്ച്, അതും അധികം വെള്ളമില്ലാണ്ട് കുറുക്ക് പോലെ അരച്ചെടുക്കുക. നമുക്കിനി കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. കളറിന്റെ കുറച്ച് കുറവുണ്ട്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈസ്റ്റേൺ